നിങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഓർമ്മ നഷ്ടപ്പെടുന്നു എന്ന് ഫീൽ ചെയ്യാറുണ്ടോ? അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, കണ്ടിന്യൂസ് പാർഷ്യൽ അറ്റൻഷൻ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടി ടാസ്ക് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ഫോൺ ഇപ്പോൾ യൂസ് ഒത്തിരി കൂടുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യും, ബുക്ക് റീഡ് ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യും, നമ്മൾ ആരോട് സംസാരിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ആരോട് സംസാരിക്കുന്ന ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ ട്രൈ ചെയ്യും. ഒരിക്കലും ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യത്തില്ല. അങ്ങനെ ഫോക്കസ് ചെയ്യാതിരുന്ന് കഴിയുമ്പോൾ അതൊരു മെമ്മറി ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ എൻകോഡ് ആവത്തില്ല. നമ്പർ 2, എക്സ്റ്റേണൽ മെമ്മറി ഡിപ്പെൻഡൻസ്. നമ്മൾ പുറത്തുള്ള ഇപ്പോൾ നമ്മുടെ എന്താ പറയുക GPS, ChatGPT, നോട്ട്സ്, റിമൈൻഡേഴ്സ്, കലണ്ടർ, എവറിത്തിങ് നമ്മൾക്ക് നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യാത്ത രീതിയിൽ നമ്മളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ബ്രെയിൻ ലേസി ആയി തീരും. പിന്നെ ഡോപ്പമിൻ ഹിറ്റ്സ്. നമ്മൾ ഈ റീൽസ് കണ്ട് 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 നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഡോപ്പമിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോട് ഒരു താല്പര്യവും തോന്നുന്നില്ല. മെമ്മറി ബിൽഡിംഗ് ഈസ് നോട്ട് എ ബിഗ് ഡോപ്പമിൻ പ്രൊവൈഡിങ് തിങ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ അങ്ങനെ മെമ്മറി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യത്തില്ല. സോ ഇത് മാറ്റിയെടുക്കാനും എളുപ്പമാണ്. 3-4 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി. ആദ്യത്തെ കാര്യം, സിംഗിൾ അറ്റൻഷൻ. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ മക്കൾ നമ്മളോട് സംസാരിക്കുമ്പോൾ വേറെ ഒരു കാര്യം പോലും നമ്മുടെ കയ്യിൽ വയ്ക്കരുത്. നമ്മൾ അവരെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. വേറെ ആരോട് സംസാരിക്കുമ്പോഴും ബുക്ക് റീഡ് ചെയ്യുമ്പോൾ അത് മാത്രം ചെയ്യുക. റെഡ്യൂസ് ഫോൺ ടച്ച് പോയിൻറ്റ്സ്. നമ്മൾ ഫോൺ എടുക്കാൻ സാധ്യത ഉണ്ടാക്കുന്ന അവസ്ഥകൾ കുറയ്ക്കുക. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫോൺ മാറ്റി വയ്ക്കുക. റൂമിൽ നിന്നേ മാറ്റി വെച്ചേക്കുക. എന്നിട്ട് ഒരു വെരി ഫോക്കസ്ഡ് ആയിട്ട് കുറേ സമയം നമ്മൾ ചെയ്യുക. പിന്നെ ട്രൈ ടു റീകോൾ, നോട്ട് റീഡ്. ഇപ്പോൾ ബുക്ക് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഡൻസി ആണ് തിരിച്ചു പോയിട്ട് ഒന്നും റീഡ് ചെയ്യണം. അങ്ങനെ ഒരിക്കലും ട്രൈ ചെയ്യരുത്. കുറച്ച് പേജസ് വായിച്ചിട്ട് ഒന്ന് റീകോൾ ചെയ്യാൻ നോക്കുക. നമ്മൾ എന്താണ് പഠിച്ചതെന്ന്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവുന്നില്ല, ബട്ട് ദാറ്റ്സ് ഓക്കെ. ഡോണ്ട് റീഡ് ഇറ്റ്. പിന്നെ സ്ലീപ്പ്, ഉറങ്ങാൻ ട്രൈ ചെയ്യുക. ഉറക്കം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എഴുതുക എന്നുള്ളൊരു പ്രവൃത്തി ഇപ്പം തീരെ ഇല്ലാതെ ആയിക്കുവാണ്. പക്ഷെ എഴുതാൻ ട്രൈ ചെയ്യുക. എഴുതിയാൽ ഓർമ്മ കൂടുതലുണ്ടാവും. ജേർണലിംഗ് ഈസ് എ വെരി ഗുഡ് തിങ് ടു ഡു. എല്ലാ ദിവസവും രാത്രിയിൽ ഒരു പേജ് ജേർണലിംഗ് ചെയ്യുക അബൌട്ട് യുവർ ഡേ. അപ്പോൾ നിങ്ങൾ ആ ഡേയിൽ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം ഓർമ്മയുണ്ടാവും. പിന്നെ ഉള്ള കാര്യങ്ങൾ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ടീച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ മനസ്സിലുണ്ടായിരുന്ന ആ കാര്യങ്ങൾ, അത് ഓർമ്മയായിട്ട് നമ്മുടെ മനസ്സിൽ കോഡാവും. പിന്നെ മൂവ് യുവർ ബോഡി. എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ മെമ്മറി, ഇപ്പോഴത്തെ റീസെൻറ്റ് റിസർച്ച് അനുസരിച്ച്. സോ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മ പ്രശ്നം നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ട്രൈ ആൻഡ് ലെറ്റ് മീ നോ. താങ്ക് യു.